അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ചെല്ലാനം ബീച്ചിൽ സീവാളിലാണ്. സീവാള് അതായത് കടലിലേക്ക് 100 മീറ്ററോളം തള്ളിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് വലിയ വൻ പാറക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടുണ്ടാക്കിയ ഒരു വഴി, അതായത് കടലിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു തുരുത്തോ അങ്ങനെയൊക്കെ പറയാം, അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 100 മീറ്റർ കടലിലേക്ക് തള്ളി നല്ല ആഴമുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ കണ്ടോ, വെള്ളത്തിലോട്ട് പോകും. ഇവിടെ അങ്ങ് ആരുമില്ല, ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസാണ്. ഇവിടെ ഒരു മനുഷ്യരില്ല, പക്ഷേ ഇവിടെ ധാരാളം ബോട്ടുകൾ ഇങ്ങനെ നങ്കൂരമിട്ട് കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഞാൻ മാത്രമേ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലിന് ഫ്രാക്ചർ വരാനുള്ള സാധ്യതയുണ്ട്. കാലിന് തൊലിയൊക്കെ പോകും. വളരെ സൂക്ഷിച്ച് വേണം നടക്കാൻ. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ നല്ല സുഖമാണ്. ഇവിടെ ആരുമില്ല, എന്താ സുഖം. 4 ചുറ്റിനും പാറ മാത്രമേ ഉള്ളൂ. നല്ല വെയിലുമുണ്ട്, പക്ഷേ വെയിലൊന്നും അത്ര എഫക്റ്റ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ചെല്ലാനം ബീച്ചിലെ കാഴ്ചകൾ. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഈ സീവാളിലോട്ടൊക്കെ ഒന്ന് കയറുക, ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഒരു സൈഡിൽ ഇതുപോലെ കടലും, മറു സൈഡിൽ ഇതുപോലെ ബോട്ടുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ചെല്ലാനം ബീച്ചിലെ കാഴ്ചകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നട്ടുച്ച സമയമാണെങ്കിലും നല്ല വെയിലുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇതുപോലെ കാറ്റ് കൊള്ളാനും ഇതുപോലുള്ളൊക്കെ കാഴ്ചകൾ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ചെല്ലാനം വഴിയൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ കാണുക. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4 മണിയൊക്കെ കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്, കാരണം ആ സമയത്ത് വെയിൽ കാണില്ല. ഇപ്പോൾ നല്ല വെയിലാണ്, എന്നാലും നല്ല കാറ്റുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ചെല്ലാനം ബീച്ചിൽ സീവാളിലാണ്. സീവാള് അതായത് കടലിലേക്ക് 100 മീറ്ററോളം തള്ളിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് വലിയ വൻ പാറക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടുണ്ടാക്കിയ ഒരു വഴി, അതായത് കടലിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു തുരുത്തോ അങ്ങനെയൊക്കെ പറയാം, അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 100 മീറ്റർ കടലിലേക്ക് തള്ളി നല്ല ആഴമുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ കണ്ടോ, വെള്ളത്തിലോട്ട് പോകും. ഇവിടെ അങ്ങ് ആരുമില്ല, ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്.